കെ.ജെ. ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ പുതിയൊരു വിവരം വരുന്നുണ്ട്. അറസ്റ്റിലായിരുന്ന യൂട്യൂബർ കെ.എം. ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എറണാകുളം CJM കോടതിയാണ് ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ ശ്യാമപ്രസാദ് ഉത്തമൻ കൊച്ചിയിൽ നിന്ന് നൽകും. ശ്യാമ, ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഷാജഹാന്. എന്തെല്ലാം ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അത് മാത്രമല്ല, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലേ പോലീസിനോട്? തീർച്ചയായിട്ടും, അതായത് ഈ ഷാജഹാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ പോലീസിനോട് കോടതി ചോദിച്ചു. ഈ കേസിൽ സത്യത്തിൽ വേണമെങ്കിൽ പറയാം, പോലീസിന് വലിയൊരു തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഇട്ടയുടൻ പോസ്റ്റ് ഇട്ട തൊട്ടടുത്ത മണിക്കൂറിൽ കേസെടുക്കുന്നു. കേസെടുത്ത് 3-ാം മണിക്കൂറിൽ തിരുവനന്തപുരത്ത് പോയി പോലീസ് എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിൽ ചങ്ങമനാട് പോലീസാണ് ഇത് സംബന്ധിച്ച് അറസ്റ്റ് ചെയ്തത്. ചങ്ങമനാട് നിന്ന് തിരുവനന്തപുരം ഉള്ളൂരേക്ക് എത്താൻ എത്ര സമയം വേണ്ടിവരും, ഇതെങ്ങനെ സാധിച്ചു എന്ന ഒരു ആശ്ചര്യത്തോടുകൂടിയായിരുന്നു ആ കോടതിയുടെ ചോദ്യം. എന്നാൽ പ്രത്യേക കേസെടുത്തത് ആലുവ റൂറൽ പോലീസാണ്. ചങ്ങമനാട് CI എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം കൂടി ചോദിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചങ്ങമനാട് CI കൂടി ഉണ്ട് എന്നതായിരുന്നു. എന്നാൽ ഈ 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ അവിടെ എത്തി അറസ്റ്റ് ചെയ്തു എന്ന ഒരു ചോദ്യമാണ് പിന്നീട് കോടതി ചോദിച്ചത്. പോസ്റ്റ് ഇട്ട് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം സംബന്ധിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അധിക്ഷേപം ചൂണ്ടിക്കാണിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആരാഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ പ്രോസിക്യൂഷനും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറെ ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് എന്ന് തന്നെ വേണം പറയാൻ. കോടതി പല വിധത്തിലുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള നടപടിയിൽ ഇപ്പോൾ കെ.ജെ. ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ യൂട്യൂബർ കെ.എം. ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എറണാകുളം CJM കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.